നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു ഭീകരവേട്ട എന്ന് തന്നെ പറയാവുന്ന ഒരു ആക്രമണമാണ് ഇന്ന് നടന്നത്. ഇന്ന് രാവിലെ ജമ്മു കാശ്മീരിലെ കുൽഗാമിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. 5 ഭീകരരെയാണ് ഇന്ത്യ വകവരുത്തിയത്. അതായത് ആ പ്രദേശത്ത് സൈനികർ ഒളിച്ചു താമസിക്കുന്നുണ്ട്, അവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിടുകയാണ് എന്നൊരു വിവരം ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഇങ്ങനെ ഈ ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സേന ആ പ്രദേശം വളയുകയും തുടർന്ന് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും അതിസമർത്ഥമായി തന്നെ 5 ഭീകരരെയും ഇന്ത്യൻ സുരക്ഷാ സേന വകവരുത്തുകയും ചെയ്തത്. ഈ 5 പേരെ വകവരുത്തുന്നതിനിടയിൽ 2 സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇന്ത്യയുടെ 2 സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഭീകരരെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിൽ അവർ ആക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്നു. അവർ അവിടെ സുരക്ഷിതമായി ഒളിച്ചു താമസിക്കുകയായിരുന്നു. നേരത്തെ പല ആക്രമണങ്ങളും നടത്തിയിട്ടുള്ള ഭീകരരടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്ന പാകിസ്ഥാൻ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ പ്രാദേശിക കമാൻഡറായിട്ടുള്ള ഫറൂഖ് നല്ലി അടക്കം മരിച്ചവർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഫറൂഖ് നല്ലി അടക്കം അവിടെ ക്യാമ്പ് ചെയ്ത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന വ്യക്തമായ ഇൻ്റലിജൻസ് വിവരം ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഭീകരവിരുദ്ധ ആക്രമണം നടന്നത്. അതിൽ 5 കൊടും ഭീകരർ, ഒരു ഹിസ്ബുൾ കമാൻഡർ അടക്കം 5 കൊടും ഭീകരരെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. പാർലമെന്റ് വളപ്പിൽ ഇന്ന് രാവിലെ അരങ്ങേറിയത് ഒരുപക്ഷെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവ വികാസങ്ങളാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ആവുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. ലോക്സഭയിലും രാജ്യസഭയിലും നടന്ന ഭരണഘടനയുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രാജ്യം കാണുകയാണ്. ലോക്സഭയിൽ 2 ദിവസം ചർച്ച നടന്നു. അതിനുശേഷം രാജ്യസഭയിൽ 2 ദിവസം ചർച്ച നടന്നു. ഈ ചർച്ചകളിലെല്ലാം ഏറ്റവും അധികം തിരിച്ചടി ഏറ്റുവാങ്ങിയത് കോൺഗ്രസ് ആണ്. BJPയെ ചൊറിയാൻ പോകുന്നു, BJP ഇതാ ഭരണഘടനയെ അട്ടിമറിക്കാൻ പോകുന്നു എന്ന നിരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. ഭരണഘടനയെ അട്ടിമറിച്ചത് തങ്ങളല്ല, അത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഉദാഹരണ സഹിതം BJP തിരിച്ചടി കൊടുക്കുന്നു. ഇങ്ങനെയാണ് ആ ചർച്ചകൾ മുന്നോട്ട് പോയത്. പക്ഷേ ഏറ്റവും അവസാന ദിവസം അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം ഈ അംബേദ്കറെ അപമാനിച്ചു, മാപ്പ് പറയണം, ഇന്ന് രാത്രിക്കകം മാപ്പ് പറയണം, ഇല്ല എങ്കിൽ വലിയ പ്രക്ഷോഭം ആരംഭിക്കും എന്നൊക്കെ ഇന്നലെ കോൺഗ്രസ് പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നതാണ്. ഇന്ന് രാവിലെ കോൺഗ്രസ് MP-മാർ വലിയ രീതിയിൽ പ്രതിഷേധവുമായി പാർലമെൻറ്റ് വളപ്പിലെത്തുന്നു. അതേസമയം തന്നെ പ്രതിഷേധവുമായി NDAയുടെ ഭരണപക്ഷ MP-മാരും അവിടെ എത്തുന്നു. ഇരുവരും മുഖാമുഖം നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. തുടർന്ന് ഈ കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് പോകുന്നു. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി ഒരു MP-യെ പിടിച്ചു തള്ളുകയും ആ MP BJPയുടെ MP-യായ പ്രതാപ് സാരംഗിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയും രണ്ടുപേരും വീണ് പ്രതാപ് സാരംഗിക്ക് അല്പം സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് അദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണിൽ ഒരു വലിയ മുറിവുണ്ടായിട്ടുണ്ട്. ഈ മുറിവ് അല്പം സാരമായ മുറിവ് തന്നെയാണ്. അദ്ദേഹത്തെ ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ ആക്രമിച്ചു എന്ന ഒരു പരാതി ഈ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം നൽകുകയും തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് നേരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇടുകയും ചെയ്തു പോലീസ്. എന്തായാലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കായികമായി തന്നെ ഏറ്റുമുട്ടിയിരിക്കുകയാണ്. ഇതിൽ MP-മാരെ ആക്രമിക്കുന്ന ഗുണ്ടായിസം രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലും മറ്റു പല തീവ്രവാദ സംഘടനകളും തമ്മിലുള്ള സംഘർഷം അവസാനമില്ലാതെ തുടരുകയാണ്. ഇസ്രായേലും ഹമാസുമാണ് ആദ്യമായി സംഘർഷം തുടങ്ങിവെച്ചത്. ഹമാസാണ് ആദ്യം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത്, ഭീകരാക്രമണം നടത്തുന്നത്. അതിന് തിരിച്ചടി എന്നോണം ഹമാസിനെ ഇസ്രായേൽ ദിവസങ്ങൾ കൊണ്ട് തവിടുപൊടിയാക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഹമാസിനെ സഹായിക്കാൻ എന്നോണം ഹിസ്ബുള്ള ലെബനനിൽ നിന്നും ആക്രമണം നടത്തുന്നു. അതോടുകൂടി ഇസ്രായേലിൻ്റെ ശ്രദ്ധ, ഇസ്രായേലിൻ്റെ കണ്ണ് ഈ ലെബനനിലേക്ക് പതിക്കുന്നു. ഹമാസിനെയും ഒരു പരിധിവരെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചു. ഇപ്പോഴിതാ ഹൂതികളുടെ ഊഴമാണ്. ഹൂതികൾ യമനിൽ നിന്ന് കഴിഞ്ഞ ദിവസം സെൻട്രൽ ഇറാഖിലേക്ക് ആക്രമണം നടത്തി. ആ മിസൈൽ തൊടുത്തുവെങ്കിലും മിസൈൽ അവിടെ പതിച്ചില്ല. പക്ഷേ ഹൂതികളുടെ ആക്രമണം നടന്നു കഴിഞ്ഞു എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി ഉടൻ തന്നെ തിരിച്ചടി നടത്തുകയായിരുന്നു. തിരിച്ചടിക്കും അതിന് സമയം തിരഞ്ഞെടുക്കും എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഹൂതികളുടെ ആക്രമണത്തിന് ഉടൻ തന്നെ ഇസ്രായേൽ തിരിച്ചടി നൽകുകയായിരുന്നു. ഇസ്രായേൽ പതിവ് പോലെ
ഇത് ആദ്യമായിട്ടല്ല, ഹൂതികൾക്കെതിരെ പലതവണ സൈനിക നടപടി ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുണ്ട്. പതിവ് പോലെ ഹുദൈദ തുറമുഖം കേന്ദ്രമാണ്, അവിടെയാണ് ഹൂതികളുടെ എല്ലാവിധ കേന്ദ്രവും ഉള്ളത്, അവിടെയാണ് ഹൂതികളുടെ ആയുധ ശേഖരമുള്ളത്. ഇത് ലാക്കാക്കിക്കൊണ്ട് ഇന്നലെയും ഇന്നുമായി ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തി കഴിഞ്ഞു. ഇതോടുകൂടി ഹൂതികളുടെ കാര്യത്തിലും ഒരു തീരുമാനമായി എന്ന് തന്നെ പറയാം. പക്ഷേ പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാക്കുക എന്ന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇന്നലെ ഹൂതിയുടെ ആക്രമണത്തോടുകൂടി നടന്നത്. എന്തായാലും ഇസ്രായേലിനെ ചൊറിയാൻ പോയ എല്ലാ ഭീകര സംഘടനകൾക്കും കണക്കറ്റ തിരിച്ചടി തന്നെ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നവും സംഘർഷവും ഇപ്പോഴും പശ്ചിമേഷ്യയിൽ തുടരുകയാണ് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.